BJP തന്നിട്ടുള്ള ചില കീവേഡ്സ് ഉണ്ട് അല്ലേ? 400 പാർ 400 കടക്കും ഇപ്പൊ പറയുന്നില്ല. അപ്പോൾ അത് ആ ഒരു ഇതിൽ നിന്ന് മാറി ഇപ്പം വെറും ഒരു എന്താ പറയുക എന്തും പറയുന്ന ആളായിട്ട് പ്രധാനമന്ത്രി മാറുന്നു. ഇന്നലെ പറയുന്നത് മുസ്ലിം വിരോധമാണെങ്കിൽ ഇന്ന് അത് നേരെ രാഹുൽ ഗാന്ധിയിലേക്ക് ചോദിക്കും. എന്താണ് രാജകുമാര, നിങ്ങൾക്ക് ടെമ്പോയിലാണോ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് എന്ന് കോൺഗ്രസിന്റെ രാജകുമാര പറയൂ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്ന വാക്കുകൂടി നമ്മൾ പഠിക്കുകയാണ്. അതിൽ രസകരമായി കണ്ടൊരു കാര്യം വെച്ചാൽ അതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രചാരണ രംഗത്തേക്ക് ഷമ്മി പറഞ്ഞ പോലെ വന്നു. പക്ഷേ ഈ തെലങ്കാനയിലെ മോദിയുടെ ഈ പ്രസംഗം വന്നയുടൻ രാജ്യത്ത് ആദ്യം പ്രതികരിച്ച ഒരാൾ ജോൺ ബ്രിട്ടാസ് MP ആണ് എന്നതുകൂടി സാന്ദർഭികമായി ഞാൻ പറയണം. അദ്ദേഹം പറഞ്ഞൊരു രസകരമായ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ ടെമ്പോയിൽ കോടികൾ കടത്തി ഇവർക്ക് കൊടുത്തു എന്ന നിലയിലൊക്കെയാണ് തെലങ്കാനയിൽ ടെമ്പോയിൽ ചാക്കിൽ കെട്ടി പണം കൊടുത്തു. അത്ര ഡീറ്റെയിലിംഗ് ഏത് വണ്ടിയിലാണ് കടത്തിയതെന്ന് അന്വേഷിക്കും. അങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് ഇവരെ കുറിച്ച് നല്ല ധാരണയുണ്ട്, എങ്ങനെ കടത്തി. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, ED CBI, എന്നിട്ട് ഈ പറഞ്ഞ വാഹനം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ കൾപ്രിറ്റ്സിനെ, ഈ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന നിലയിലുള്ള ഒരു ഉഗ്രൻ മറുപടി അവിടെ കൊടുത്തു. കോൺഗ്രസ് അത് ഏറ്റുപിടിച്ച് വളരെ ശക്തമായി. അതിലും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനമാണ്, എന്താണ് സ്വന്തം അനുഭവത്തിൽ നിന്നാണോ നരേന്ദ്രമോദി ഇത് പറയുന്നത് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി സമാനമായ രീതിയിൽ അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ഈ 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 66% പോളിംഗ് രേഖപ്പെടുത്തി. അതുതന്നെ ഏറ്റവും കുറവാണ്. പക്ഷെ 3ാം ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ 64% മാത്രമാണ് പോളിംഗ്. ഇവരെങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കും? അതല്ലേ യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ.